നമ്മൾ എപ്പോഴും ഫാത്തിഹ ഓതുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഫാത്തിഹയുടെ അവസാനത്തെ ആയത്ത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ഇത് കേൾക്കുന്ന സമയത്ത് ഒരു തെറ്റുണ്ടിൽ തോന്നുന്നില്ല. എന്തെങ്കിലും തെറ്റെന്തെങ്കിലും ഉണ്ടോ? കേൾക്കുന്ന സമയത്ത് ഒന്നും തോന്നുന്നില്ല. പക്ഷേ ഇത് ചെല്ലുന്ന ആള് ഒരു 2 സ്ഥലങ്ങളിൽ കൃത്യമായി അവിടെ ഉച്ചരിക്കുന്നതായ ആ അക്ഷരം അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ, ആ സ്ഥലത്തിന്റെ മഖ്റജ്, ആ സ്ഥലത്തു നിന്നാണ് ആ അക്ഷരം പുറപ്പെടുവിക്കേണ്ടത്. ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് തന്നെ ആ അക്ഷരത്തിനെ എടുത്ത് ഉച്ചരിക്കണം. അങ്ങനത്തെ ഒരു അക്ഷരത്തിനെ, അങ്ങനത്തെ ഒരു വേർഡിനെ പറ്റിയിട്ടാണ് ഇന്ന് പഠിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബാക്കിയുള്ള ആയത്തുകളിലും കുറെ തെറ്റുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്നിരുന്നാലും ഇത് ഭയങ്കര ഗൗരവമാണ്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, മദ്രസയിൽ കിതാബുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഫിഖിന്റെ കിതാബിൽ പഠിച്ചിട്ടുണ്ട്. ഫാത്തിഹയിൽ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരു ഹർക്കത്ത് ഉണ്ടല്ലോ. ഇപ്പം ഫതഹ് കെസറാക്കി വായിച്ചു കഴിഞ്ഞാൽ, ഓതി കഴിഞ്ഞാൽ ഫാത്തിഹ ബാത്തിലാവും. ബിസ്മില്ലാഹി എന്നുള്ള ബിസ്മില്ലാഹി വായിച്ചു കഴിഞ്ഞാൽ ഫാത്തിഹ ബാത്തിലാവും. അങ്ങനെ ഒരു ഹർക്കത്ത് തെറ്റിയാൽ തന്നെ ഫാത്തിഹ ബാത്തിലാകുമ്പോ, ഒരു അക്ഷരം തെറ്റിയാൽ നമ്മുടെ നിസ്കാരം ബാത്തില. വേറെ എവിടെയെങ്കിലും പോകണം, ഫാത്തിഹ ബാത്തിലായി കഴിഞ്ഞ നിസ്കാരം ബാത്തിലായി. ഇനി മുതൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ പറയുന്ന കാര്യം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. എപ്പോ ഫാത്തിഹ ഓതുകയാണെങ്കിലും അത് കൃത്യമായി നമ്മൾ ഓർത്ത് ആ രൂപത്തിൽ തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം, ഇവിടെ ഗൈരിൽ മഗ്ദൂബ് എന്നുള്ളടത്ത് ശ്രദ്ധിക്കണേ. കാണുന്നുണ്ടാവും മഗ്ദൂബി. ഇവിടെ പ്രധാനമായിട്ടും തെറ്റ് വരുന്നത്, ഇത് പറയാൻ പോകുന്നത് ഈ ഒരു അക്ഷരത്തെ കുറിച്ചിട്ടാണ്. ഈ അക്ഷരം സാധാരണ നമ്മുടെ അറബിയിൽ ഇതുപോലെ വേറൊരു അക്ഷരം കൂടെ ഉണ്ട്. ത്വാഹുണ്ട്, അതിന്റെ മേലെ പുള്ളിട്ട് കഴിഞ്ഞാൽ ളാഹു എന്ന് വായിക്കും. ഇത് രണ്ടും ഏകദേശം ഒരേ സ്വരാണ്. സ്വരം ഒരേതാണെങ്കിൽ പോലും ഇതിന്റെ സ്ഥലം വ്യത്യാസമുണ്ട്. അത് മനസ്സിലാവുണ്ടാവുന്ന കരുതുന്നു. മഗ്ദൂബി ഞാൻ പറയുന്ന സമയത്ത് പല ആളുകളും തെറ്റിട്ടായിരിക്കും ഇതുവരെ ഓതിയിട്ടുണ്ടാവും. മഗ്ദൂബി എന്ന് പറയുന്ന സമയത്ത് നമ്മളിൽ പല ആളുകളും നമ്മുടെ നാവ്, ഈ മുകളിലെ പല്ലിന്റെ അടിഭാഗത്ത് തട്ടിക്കുന്ന ആളുകളായിരിക്കും. മഗ്ദൂബ് ഓതിക്കാൻ അങ്ങനെ തന്നെ ഓതി നമ്മൾ മഗ്ദൂബി അല്ലേ, അങ്ങനെ തന്നെ നമ്മൾ ഓതി മഗ്ദൂബി അല്ലേ. നമ്മൾ മഗ്ദൂബ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ നാവിന്റെ ഈ തലപ്പ് ഭാഗം നമ്മുടെ മുകളിലെ പല്ലിന്റെ ഉള്ളിലെ മേൽഭാഗത്ത് കൊണ്ടുപോയി തട്ടാണ്. മഗ്ദൂബി അല്ലേ, അങ്ങനെ ഓതലും. എന്നാൽ അങ്ങനെ ഓതൽ തെറ്റാണ്. അങ്ങനെ ഓതുന്ന ആളുകളുണ്ടെങ്കിൽ ഇനി അതെന്താവണം, ഇപ്പൊ ഇന്നത്തോടു കൂടെ നമ്മൾ ഈ ക്ലാസ് പഠിച്ചു, ഈ അക്ഷരം പഠിച്ചു. ഇനി തെറ്റിക്കുക എന്ന് ചിലപ്പോൾ അള്ളാഹ് നോക്കുന്നു. കാരണം നമുക്കിപ്പോ പഠിക്കും, മനസ്സിലായി. ഈ നമ്മൾ ഈ ഓതുന്ന ഈ ളാഹ്, അത് ശരിക്ക് ഈ ളാഹ് പറയേണ്ട സ്ഥലമാണ്. ഈ ളാഹാണ് ശരിക്ക് നമ്മുടെ നാവിന്റെ ഈ അറ്റം മുൻപല്ലിന്റെ മേലത്തെ പല്ലിന്റെ ബാക്ക് ഭാഗത്ത് കൊണ്ടുപോയി തട്ടിക്കേണ്ടത്. ളാഹ്. ഈ ളാദ് എന്ന അക്ഷരം, ഈ ളാദ് എന്നുള്ള അക്ഷരം നമ്മുടെ നാവിന്റെ രണ്ടാമൊരു സൈഡ്, ഒന്നില്ലെങ്കിൽ വലതു ഭാഗം, മുൻഭാഗമല്ല, ഒന്നില്ലെങ്കിൽ വലതു ഭാഗം അല്ലെങ്കിൽ ഇടത് ഭാഗം. വലതു ഭാഗം തട്ടിക്കേണ്ടത്, വലതു ഭാഗം തട്ടിക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ അത് നമ്മുടെ മുകളിലെ പല്ലിന്റെ സൈഡിലേക്ക് ളാ. ഇനി ഇടതു ഭാഗം കൊണ്ടും തട്ടിക്കാം. ഇടതു ഭാഗം തട്ടിക്കുന്ന ആളുകൾ ഇടതു ഭാഗത്തെ ഈ ഇടത് സൈഡിലെ മുൻപല്ലിന്റെ മേലത്തെ പല്ലിന്റെ സൈഡിലേക്ക് തട്ടിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഓതണം. അവിടെയാണ് ഈ അക്ഷരത്തിന്റെ പുറപ്പെടുന്ന സ്ഥലം.
മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. ഈ അക്ഷരം പുറപ്പെടുന്ന സ്ഥലം നമ്മൾ സാധാരണ ചെല്ലുന്ന ഈ അതല്ല. പക്ഷെ നമ്മൾ രണ്ടും ഒച്ച എഴുതുന്ന ആ സ്വരം കേൾക്കുമ്പോൾ രണ്ടും ഒരേപോലെയാണ്. പക്ഷെ രണ്ടും പുറപ്പെടുന്ന സ്ഥാനം വേറെയാണ്. അത് അങ്ങനെ മാറ്റിയിട്ട് തന്നെ ഓതണം. അങ്ങനെ മാറ്റിയിട്ട് ഓതിയിട്ടില്ലെങ്കിൽ ഈ വാദിന്റെ സ്ഥാനത്ത് ഈ വാദ് വന്നു കഴിഞ്ഞാൽ അവിടെ അർത്ഥം മാറും, അക്ഷരം മാറും, ഫാത്തിഹ തെറ്റും. ഫാത്തിഹ തെറ്റിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. അപ്പൊ ഇനി മുതൽ ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഈ നാവ് വഴങ്ങാത്ത ആളുകളുടെ കുറച്ച് പ്രായക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഉച്ചരിക്കുക. നമ്മൾ ചെറുപ്പത്തിലേ അങ്ങനെ ഉച്ചരിച്ച് പഠിച്ചാണെങ്കിൽ വല്ലാതെ പ്രശ്നം ഉണ്ടാവില്ല. കുറച്ച് പ്രായക്കായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ വൈക്കുണ്ടാവില്ല. എന്നാലും പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ആ അക്ഷരങ്ങൾ അതേ സ്ഥലത്ത് തന്നെ പുറപ്പെടുവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഇതേപോലെ തന്നെ തെറ്റുന്ന വേറൊരു ഭാഗമാണ് അവസാന ഭാഗം. ഫാത്തിഹയുടെ അവസാന ഭാഗം വലദ്ദാലീൻ എന്നുള്ള ഭാഗം. ഈ വലദ്ദാ എന്നുള്ളതും ലാദാണ്. ഇവിടെയും നമ്മൾ സാധാരണ പറയല് ഈ നാവ് മേലത്തെ പല്ലിൽ ആ ബാക്ക് ഭാഗത്ത് തട്ടിച്ചിട്ടാണ് വലദ്ദാ. കേൾക്കുന്ന സമയത്ത് രണ്ടും ഒരേ സൗണ്ടാണ്. പക്ഷെ ആ പുറപ്പെടുവിക്കുന്ന സ്ഥാനം നമ്മൾ ഇനി മുതൽ മാറ്റി കൊടുക്കൽ നിർബന്ധമാണ്. സുന്നത്തോ അല്ലെങ്കിൽ ഹലാലല്ല, നിർബന്ധമാണ്. പഠിച്ച ആളുകൾ, അത് ചെയ്യാൻ കഴിയുന്ന ആളുകൾ അത് മാറ്റിക്കൊടുക്കൽ, ആ സ്ഥലം മാറ്റിക്കൊടുക്കൽ നിർബന്ധം. ഇതുവരെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഓതിപ്പോയിട്ടുണ്ടാവും. ഇനി മുതൽ ഈ എന്ന് പറയുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ഇതൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ നാവിന്റെ ഒന്നില്ലെങ്കിൽ വലത് സൈഡിലേക്ക് അല്ലെങ്കിൽ ഇടത് സൈഡിലേക്ക് തട്ടിച്ചിട്ട് ആ അക്ഷരം പറഞ്ഞു നോക്കുക. ഒരേ സൗണ്ട വരുന്നത് അല്ലെങ്കിൽ ഈ സൈഡ് ഏതെങ്കിലും രണ്ടാലൊരു സൈഡിലേക്ക് ഈ നാവിനെ ചേർത്ത് ഈ അക്ഷരം എന്നുള്ള ഈ അക്ഷരം അതേ രൂപത്തിൽ തന്നെ ഓതുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതുപോലെ പാരായണം ചെയ്യാൻ, അതുപോലെ തന്നെ ഓതാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇനിയുള്ള ഈ ബഹുറ